ഹലോ, വെൽക്കം ടു ഷാനസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല വ്യത്യസ്തമായ രീതിയിലൊരു ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിത് അടുപ്പത്ത് വെക്കാതെ വേവിക്കാതെ നല്ല അടിപൊളിയായിട്ടൊരു ബീട്രൂട്ട് അച്ചാർ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 2 വലിയ ബീട്രൂട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ചേരുവകൾ നോക്കാം. ഞാനിവിടെ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അച്ചാറായതുകൊണ്ട് കുറച്ച് അധികം ഉപ്പ് വേണ്ടി വരും. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായം പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ വേണ്ട, ഓയിലാണ് വേണ്ടത്. ഇനി ആ ഓയിൽ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവയും കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള അച്ചാർ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ചൂടോടെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുക് താളിക്കൽ കഴിഞ്ഞു. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ പണി ഇത്രയേ ഉള്ളൂ. അടുപ്പത്ത് വെക്കേണ്ട, വേവിക്കേണ്ട, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് അച്ചാറാണ്. അപ്പോൾ ഇന്നത് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുമ്പോഴാണ് വളരെ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതിലേക്ക് നമ്മൾ ഒരു അര ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ലൂസാക്കി നമ്മൾ സെറ്റാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു അടിപൊളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്